തങ്ങളിൽ നിന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട 74 സിസ്റ്റർമാരുടെ ഓർമ്മയാചരിച്ച് സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ. തലശ്ശേരി അതിരൂപതയിലെ തൊണ്ടിയിലെ SH പ്രൊവിൻഷ്യൽ ഹൗസിലാണ് അവിസ്മരണീയമായ ഓർമ്മയാചരണം നടന്നത്. മരിച്ചവരുടെ ഓർമ്മയാചരിക്കുന്ന ഈ ഒരു മാസം ഈ വർഷം വളരെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാരെക്കുറിച്ച് ഒത്തിരി ഓർമ്മകളുണ്ടായി. കാരണം ഈ കഴിഞ്ഞ 4 വർഷം ഞാൻ പ്രൊവിൻഷ്യലായിരുന്ന ഈ കാലഘട്ടങ്ങളിൽ 30 സിസ്റ്റേഴ്സാണ് യാത്രയായത്, അല്ലെങ്കിൽ 30 സിസ്റ്റേഴ്സിനോടാണ് യാത്ര പറയേണ്ടി വന്നത്. അവർ യാത്ര പറയുമ്പോൾ പ്രകടമാക്കിയ ഒരാത്മസംതൃപ്തി, മനസ്സിൽ നന്ദി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞവർ യാത്രയാകുമ്പോൾ, പറഞ്ഞിട്ടും തീരാത്ത നന്ദി അവർ പ്രകടിപ്പിക്കുമ്പോൾ, ഒരു ജന്മം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി, കോൺഗ്രിഗേഷന് വേണ്ടി പോരാ, ഈ ലോകത്തിന് മുഴുവനും വേണ്ടി, അവർ കടന്നുപോയ ഇടവകൾക്ക് വേണ്ടി, അവർ കടന്നുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ ചിലവഴിച്ച ജീവിതങ്ങളാണ്. ഒന്നുമില്ലാതെ പലരുടെയും പെട്ടിയൊക്കെ തുറക്കുമ്പോൾ അതിനകത്ത് 2-3 ഉടുപ്പുകളല്ലാതെ ഒന്നും അവശേഷിക്കാത്ത പെട്ടികളൊക്കെ ബാക്കി വെച്ച് പോകുമ്പോൾ അതൊക്കെ കാണുന്ന ഒരു വികാരമുണ്ടല്ലോ, അതാരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം എവിടെ ചിലവഴിച്ചു പോയി. യുവത്വത്തിൽ പലരും ജോലിക്കാരായും ടീച്ചേഴ്സായും നേഴ്സുമാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പായോടും മമ്മിയോടുമൊക്കെ മല്ല് പിടിച്ചിട്ട് മഠത്തിൽ കടന്നു വന്നവരാണ് ഇപ്പോൾ യാത്ര പറഞ്ഞിരിക്കുന്ന പലരും. ഇവരുടെയൊക്കെ ഒരു വലിയ ചൈതന്യമുണ്ടല്ലോ, ഇവരൊക്കെ പകർന്നു തന്ന ഒരു വലിയ ആത്മബലമുണ്ടല്ലോ, ഒരു സമർപ്പണത്തിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ. ഇതൊന്നും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ടനുഭവിക്കണം. അങ്ങനെയുള്ളവർ യാത്രയാകുന്ന ബെഡിനരികിൽ പലപ്പോഴും നിൽക്കേണ്ട വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു, ഈശോയെ, ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ലോകത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടിയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്യാറില്ല. പലപ്പോഴും ഞങ്ങളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകാറില്ല. അവരുടെ സുഖദുഃഖങ്ങളെ ഞങ്ങൾക്ക് പങ്കിടാൻ അവസരം കിട്ടാറില്ല, ചെയ്യാറില്ല. പക്ഷേ വേറെ ഒരുപാട് കുടുംബങ്ങൾക്ക് കൂട്ടിരിക്കുകയും ആശുപത്രികളിലൊക്കെ സ്വന്തം മക്കളില്ലാത്തപ്പോഴും രാത്രിയിലൊക്കെ ഉറക്കം വിളിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇവരുടെ വീട്ടുകാരെ ഒന്ന് ഈ അമ്മ വീട്ടിലേക്ക് എത്തിക്കുക, ഒരു ദിവസം അവരുടെ കൂടെ ചെലവഴിക്കുക. അവരുടെയൊക്കെ മനസ്സിൽ എന്തുമാത്രം നഷ്ടസ്വപ്നങ്ങളും ആരോടും വേദനകളുമൊക്കെ ഈ ആൻറ്റിമാർക്ക് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി, ഈ ചേച്ചിക്ക് വേണ്ടിയൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് പങ്കുവയ്ക്കുക. ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ സിസ്റ്റേഴ്സിൻ്റെ വീട്ടുകാർ ഞങ്ങൾക്ക് സ്വന്തം ആങ്ങളമാരെ പോലെ, സ്വന്തം അപ്പനെ പോലെ, അമ്മയെപ്പോലെയാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിക്കുന്നത് പോലും. കുഞ്ഞാങ്ങളെന്നും കുഞ്ഞാഞ്ഞയെന്നും അച്ചാച്ച എന്നും അമ്മച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളെ അവരുടെ മക്കളെക്കാൾ സ്നേഹിച്ച മാതാപിതാക്കളൊക്കെ ഉള്ളത്. ഒരുപക്ഷെ അവരൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കൊച്ചുമക്കളുണ്ട്, അവരുടെ സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഒരു ദിവസം ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു അനുസ്മരണം, അതെന്തൊരു വലുതാണ് എന്ന് ചിന്തിച്ചപ്പോൾ അത് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ച് ചിന്തിക്കുമായിരുന്നു, ഒന്നിച്ച് പ്രവർത്തിക്കുമായിരുന്നു. ഏതാണ്ട് 2 മാസത്തോളമായി ഇവിടെ കഠിനാധ്വാനം തുടങ്ങിയിട്ട്. കാരണം ഈ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ ആൾക്കാരെ വിളിച്ച് അതിങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുക ഒരു ഈസി ടാസ്ക് ആയിരുന്നില്ല. പക്ഷേ അതിന് നേതൃത്വം എടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കോർഡിനേറ്റർ സിസ്റ്റർ ജൂലിയ, പ്രൊവിൻഷ്യൽ സെക്രട്ടറി സിസ്റ്റർ ജോസ്ന ഏണിയക്കാട്ട്, അവരും ഈ പ്രൊവിൻഷ്യൽ ഹൗസിലെ എല്ലാവരും ഏക മനസ്സോടെ ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ കാണുമ്പോൾ ചെറിയ തുടക്കമെന്ന് വിചാരിച്ചിട്ട് ഇതൊരു വലിയതിലേക്ക് ഇപ്പോൾ തന്നെ വന്നു. ഈ സിസ്റ്റേഴ്സ് ആരും മരിച്ചു പോയിട്ടില്ല. ഇവരെല്ലാം നമുക്ക് വേണ്ടി തിരുശേഷിപ്പുകളായി ഈ ഭൂമിയിലും സ്വർഗത്തിലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാറുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യം, അഭിമാനിക്കാം. എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്റർ ലിസി കുഴുവേലി 2 വർഷം മുമ്പ് ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചാച്ചൻ്റെ ഇളയ പെങ്ങൾ സിസ്റ്റർ ജോർജ് മരിയമ്മ അടുത്ത നാളിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഞങ്ങളുടെ വെല്ലിച്ചായൻ്റെ ചേട്ടൻ്റെ മോള് സിസ്റ്റർ പിയൂസ് മരിയാമ്മ, ഈ 3 പേരും ഞങ്ങളോട് വിട പറഞ്ഞെങ്കിലും അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഓർമ്മകളും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഞങ്ങളെ ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തി ഇങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അഭിവന്ദനായ വള്ളോപ്പള്ളി പിതാവ് ആരംഭിക്കുമ്പോൾ അന്ന് ഈ നാട്ടിൽ ഒരൊറ്റ സിസ്റ്റേഴ്സ് പോലും ഇല്ലാതിരുന്ന കാലത്ത് പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്ന് വെറും 36 സിസ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് പാലായിൽ. അതിൽ 6 പേരെ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ മരിക്കുകയാണെന്ന്, കാട്ടുമൃഗങ്ങളുടെയും കാട്ടാനകളുടെയും അല്ലെങ്കിൽ മലമ്പാമ്പുകളുടെയും മലമ്പനികളുടെയും ഒക്കെ ഇടയിലേക്ക് വന്ന് വീണ് മരിക്കുകയാണെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് കരഞ്ഞ് യാത്രയാക്കിയ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് സധൈര്യം, അതും പോരാ, അവരിൽ പലരും അവിടെ ജോലിക്കാരായി ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്റേഴ്സായ അവിടെ നിന്നാണ് മാതാപിതാക്കളോട് മല്ല് പിടിച്ച സിസ്റ്ററായ. എന്നിട്ടും വീണ്ടും മാതാപിതാക്കളോട് മല്ല് പിടിച്ചവർ മലബാറിലേക്ക് വന്നു. അവരുടെ ഈ സാഹസികമായ യാത്രയും പിന്നെ ഇവിടെ വന്നുള്ള അവരുടെ കഷ്ടപ്പാടും, ചുരുക്കി പറഞ്ഞാലില്ലേ, കഷ്ടതയുടെ പാനപാത്രം അവർ മട്ടോളം ഊറ്റി കുടിച്ചിട്ടാണ് ഇന്ന് ഈ സഭാതരു ഇത്രയും വളർന്നേക്കുന്നത്. ഇന്ന് ഈ കേരളത്തിനകത്തും ഇന്ത്യയിലെ മേഘാലയ, ആസാം, ഇനി പുറത്തോട്ട് പോകുമ്പം ജർമ്മനി, ഇങ്ങനെയൊക്കെ കർണാടക, ഇങ്ങനെയൊക്കെ ഇത് വികസിച്ചെങ്കിൽ 3 പ്രൊവിൻസായിട്ട് മാറിയെങ്കിൽ, ഒരു ബെൽത്തങ്ങാടി എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായെങ്കിൽ, ഇതിൻ്റെയൊക്കെ അടിപേരായിട്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ അമ്മമാരോടൊപ്പം ഒരു ദിവസം, അവരുടെ വീട്ടുകാരോടൊപ്പം ഒരു ദിവസം, അത് ഹൃദയാഭിലാഷമായിരുന്നു. അതിനെല്ലാവരും സഹകരിച്ചു, വീട്ടുകാർ സഹകരിച്ചു. എൻ്റെ ചേച്ചി സിസ്റ്റർ ലിസിയുടെ ഒപ്പം ജോലി ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് സിസ്റ്റർമാരുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ഈ ഒത്തുചേരലോടുകൂടി കാണാനും അവരോടുള്ള സ്നേഹബന്ധം പുതുക്കാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ചേച്ചി ഇങ്ങനെ അസുഖമായി കഴിഞ്ഞ് ഡയാലിസിസ് കഴിഞ്ഞ് പിന്നെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊവിൻഷ്യൽ അടക്കം പിന്നെ ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്നു. ഏറ്റവും അവസാനമായിട്ട് വീട്ടിൽ വരുമ്പോൾ ഇവിടുന്ന് നമ്മുടെ കൂത്തുറമ്പിലെ തൊക്കിലങ്ങാടിയിലെ സിസ്റ്റേഴ്സ്, ഡോക്ടർമാരായിട്ടുള്ള 2 സിസ്റ്റേഴ്സ് അടക്കം ഒരു 5-8 സിസ്റ്റർമാർ ആണ് ചേച്ചിനെ അവിടെ കൊണ്ടുവന്നത്. ചേച്ചി മരിച്ചെങ്കിൽ പോലും ഇപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങൾ, അമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും, എൻ്റെ അമ്മയുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, 96 വയസ്സായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പോരുമ്പം എന്നോട് പറഞ്ഞു, ട്രീസ പാലക്കനെ അടക്കമുള്ള മുഴുവൻ സിസ്റ്റർമാരെ ഞാൻ അന്വേഷിച്ച് പറയണം, എൻ്റെ അന്വേഷണം കൊടുക്കണമെന്ന് ഒരു 10 തവണ എന്നോട് പറഞ്ഞു. എൻ്റെ കണ്ണുകൾ നിറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാടമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ 2 ജൂനിയർ സിസ്റ്റേഴ്സ്, കാടമല എന്ന് പറയുന്നത് വലിയ കൃഷി സ്ഥലമാണ്, ഇഷ്ടം പോലെ മാങ്ങ, ചക്ക ഒക്കെ ഉള്ള സ്ഥലം. ചെറുപ്രായവും ഇതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നടക്കുന്ന ഞങ്ങൾ വൈകുന്നേരം നോക്കുമ്പോൾ രാത്രിയിൽ അവിടുത്തെ മദറിനെയും സീനിയറായ മറ്റേ സിസ്റ്ററിനെയും കാണുന്നില്ല. ഞങ്ങൾ ചുറ്റുവട്ടത്തിൽ കൂടെ തപ്പി നടന്നു. കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്ക് പിടിച്ച് ഞങ്ങളിങ്ങനെ നടക്കുമോ, ഇവരെവിടെ പോയി നോക്കുമ്പോൾ അങ്ങ് താഴെ തൊഴുത്തിൽ നിന്നൊരു ചെറിയ ശബ്ദം കേൾക്കാം, ഒരു വിളക്കിൻ്റെ വെട്ടവും കാണാം. ചെല്ലുമ്പം 2 സിസ്റ്റേഴ്സ് അവിടെ ഇരുന്ന് കരയുക. എന്താണെന്നറിയാമോ? അത്താഴത്തിന് അരിയില്ലാഞ്ഞിട്ട് അവർ വിഷമിച്ചിട്ട് ഞങ്ങൾക്ക് അത്താഴത്തിന് പകരം പാല് തരാൻ വേണ്ടി പശുവിനെ കറക്കാൻ ചെന്നപ്പോൾ കിടാവ് കുടിച്ചു പോയി പാല്. അപ്പം ഞങ്ങൾക്ക് എന്ത് തരുമെന്ന് വിചാരിച്ച് അവരിരുന്ന് വേദനിക്കുക. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു അവരെ പിടിച്ച്. എന്നാ കാരണമെന്നറിയാമോ? ഞങ്ങൾക്ക് എന്ത് തരുമെന്ന് വിചാരിക്കുമ്പം അവരെന്ത് കഴിക്കുമെന്ന് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഇതാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ ഞങ്ങളെയൊക്കെ വളർത്തിയ അമ്മമാരുടെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ചിത്രം. തിരുസഭയങ്ങ